മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. തിരുവല്ലുവാമലയിൽ BJPയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിജയാഘോഷ പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും BJPയിലേക്ക് എത്തിയവരെ സ്വീകരണവും നൽകി. തിരുവല്ലോമലയിൽ BJPയുടെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വലമായ വിജയാഘോഷ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ BJP തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസിത തിരുവല്ലോമലയ്ക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടതില്ലെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എടുക്കുന്നതിന് മുൻപ് ഈ രാജ്യം പറഞ്ഞു, നമോ മോദി, മോദിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് രാജ്യത്ത് ആഭാരവൃത്തം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടു പറഞ്ഞു. ആ കസേരയിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടന്നു നീങ്ങിയത്. അപ്പോ നമ്മളെ കളിയാക്കിക്കൊണ്ട് പലരും പറഞ്ഞു, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഭയപ്പാടുണ്ടാകും. ആ നരേന്ദ്രമോദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു. എവിടെയാണ്? ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ. അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വിശ്വാസപൂർവ്വം നെഞ്ചിലേറ്റിയിട്ടുള്ള ബൈബിൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ ഇന്നലെ ലോകം മുഴുവൻ നോക്കിക്കണ്ടുവെങ്കിൽ ആ മോദി നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം എന്ന് പറയുന്നത്, ഓരോരുത്തരും അവരവരുടെ മതചിഹ്നങ്ങളിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പരിപാടി. എന്താണ്? അമ്മമാരുടെ, പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കലാണ് എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നത്. പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റിയെങ്കിൽ പോലും കക്കൂസും കുളിമുറിയും എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളിലേക്ക് കൊണ്ടുവന്നത് ആ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി ന്യൂനപക്ഷ സഹോദരൻ. സംസ്ഥാന കമ്മിറ്റി അംഗം ശശി വെന്നൂർ, BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KK ബാലകൃഷ്ണൻ, PK മണി, ജില്ലാ കമ്മിറ്റി അംഗം അജിത്ത് ചീരാത്ത്, മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ജനറൽ സെക്രട്ടറി PK ഉമേഷ്, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ എന്നിവരും വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പാർട്ടി നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സമ്മേളന വേദിയിൽ വെച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും BJPയിൽ ചേർന്ന വ്യക്തികളെ ശോഭാ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. CCV ന്യൂസ്, തിരുവല്ലോമല.